ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +2 ക്ലാസ്സിലെ വഹ പടക്ക ഹുവാ പീർ എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യാൻസീസ് നോക്കാം. സമാചാരം ക്യാരക്ടർ സ്കെച്ചും ക്വസ്റ്റ്യാൻസീസുമാണ് തന്നിരിക്കുന്ന സൈഡ് ക്വസ്റ്റ്യൻസേ കേട്ടോ. പാഠത്തിൻ്റെ ടൈറ്റിൽ നോക്കിയേ, വഹ പടക്ക ഹുവാ പീർ, അതായത് ലക്ഷ്യമില്ലാതെ അലയുന്ന സിദ്ധൻ. എഴുതിയത് രാജ് ബുദ്ധിരാജ ആണ്. ഇവിടെ സസ്മരണാണ്, ഓർമ്മക്കുറിപ്പാണ് പാഠഭാഗം. ക്വസ്റ്റ്യൻ വായിക്കാം. ആദ്യത്തെ നോക്കണം. മശക് വാല സ്കൂട്ടർ കെ ബാരമേ, മശക് വാല സ്കൂട്ടറെ പറ്റിയും ആ റിക്ഷയെ പറ്റി അഖ്ബാർ എന്ന് വെച്ചാൽ വർത്തമാന പത്രത്തിലെ ഒരു വിശേഷ സമാചാർ ഛപ്പിന അച്ചടിച്ചു. ആ സമാചാർ ലിഖെ, സമാചാർ ലിഖെ എന്ന് വെച്ചാൽ സമാചാർ എഴുതുക. ആ ഒരു ന്യൂസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് മെത്തേഡിൽ തന്നെ എഴുതണം. ആദ്യം സമാചാർ എന്ന് എഴുതുക, അതിനുശേഷം താഴേക്ക് മാറ്റി ടൈറ്റിൽ ആഡ് ചെയ്യുക, പിന്നെ സ്ഥലം പിന്നീടാണ് വിശകലനം ചെയ്യേണ്ടത്. സമാചാർ മശക് വാല സ്കൂട്ടർ എന്ന ടൈറ്റിൽ കൊടുത്തു, താഴേക്ക് മാറ്റി ദില്ലി സ്ഥലം. ഇനി നോക്കിയേ, യഹാങ്കി സഡക്ക് പർ ഏക് അജീബ് ദൃശ്യ ദേഖ, ഇവിടെയുള്ള റോഡിൽ വിചിത്രമായ ദൃശ്യം കണ്ടു. അജീബ് എന്ന് വെച്ചാൽ വിചിത്രം. एक स्कूटर वाला शहर के लोगों के पास है गाड़ी रोक कर उन्हें पानी देता है. ഒരു സ്കൂട്ടർ വാല എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷക്കാരൻ പട്ടണത്തിലെ ജനങ്ങളുടെ അരികിലെ വണ്ടി റോക്കിന നിർത്തിയിട്ട് അവർക്ക് ജലം നൽകുന്നു. ഉസ്നെ കഹാ കി, അദ്ദേഹം പറഞ്ഞു, അപ്പനി മാം കി ഉപദേശിക്ക് അനുസാർ ദൂസറോं की प्यासे बुझाता है, ബൂച്ചിന ശമിക്കുക എന്ന വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഉപദേശം അനുസരിച്ച് മറ്റുള്ള ആൾക്കാരുടെ പ്യാസെ ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണം. രാഘഗീറോങ്കെ, രാഘഗീർ എന്ന് വെച്ചാൽ യാത്രക്കാർ, കെ പ്രതി അപ്പനെ ഗരീബോ മേം ഹി ധ്യാൻ ദേത്താ ഹെ, യാത്രക്കാരുടെ നേർക്കെ അദ്ദേഹത്തിൻ്റെ ഗരീബി ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടാകുന്നു. യഹാങ്കെ ലോകെ ഉസ്സെ ദിൽ കെ റിസ്ത ജോഡത്തെ ഹെ, ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ മനസ്സിലെ അയാളുമായി റിസ്ത ബന്ധം ജോഡിന കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ഒരു റിസ്ത ബന്ധം ഉണ്ട്. എന്നൊക്കെ യഹ സേവാകാര്യ ബഡി ഖുശി സേ കർത്താ ഹെ, ഈ സേവാകാര്യങ്ങളെ മറ്റുള്ള ആൾക്കാരെ സേവിക്കുക എന്നത് അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യുകയും ചെയ്യുന്നത്. ഖുശി എന്ന് വെച്ചാൽ സന്തോഷം. അപ്പം അദ്ദേഹം മറ്റുള്ള ആൾക്കാർക്ക് സേവനം ചെയ്യുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അതാണ് സമാചാർ എന്നെഴുതി കോളം വരച്ച് വേണം കൊടുക്കാൻ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, സ്കൂട്ടർ വാല കെ ചരിത്ര കി വിശേഷത ക്യാ ക്യാ ഹേ, സ്കൂട്ടർ വാലയുടെ ചരിത്ര സ്വഭാവത്തിലെ വിശേഷതകൾ എന്തെല്ലാം? ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സ്കൂട്ടർ വാല കെ ചരിത്രഗത വിശേഷത എന്ന് എഴുതി അതിന് താഴെ വേണം എഴുതി കൊടുക്കാൻ. അതൊരു ടൈറ്റിലായി ആദ്യം എഴുതി കൊടുക്കണം കേട്ടോ. സ്കൂട്ടർ വാല കെ ചരിത്രഗത വിശേഷത എന്ന് എഴുതിയിട്ട് താഴേക്ക് നോക്കിയ പോയിൻ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കിയിരിക്കേ, हमारे समाज में अमीर गरीब बुरे भले आदि लोग हैं, നമ്മുടെ സമൂഹത്തിലെ അമീർ പണക്കാരായിട്ടുള്ളവരും ഗരീബ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവരും ബുരെ മോശമായിട്ടുള്ളവരും ഫലേ എന്ന് വെച്ചാൽ നല്ല ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ കാണപ്പെടുന്നു. അല്ലെ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലെ. അധികാംശ ലോകെ അപ്പനെ ബാരമേ സോച്ചത്തെ ഹേ, അതിൽ കൂടുതൽ ജനങ്ങളും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യും. കുച്ച് ലോകെ ദൂസറോं के बारे में सोचा, കുറച്ചാൾക്കാർ മാത്രമാണ് മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് സോച്ച ചിന്തിക്കുന്നത്. ഉൻപർ ദയ ആരെ പ്യാർ സേ ദേഖ, അവരിൽ ദയയും സ്നേഹവും കാണുന്നു. മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കുന്ന അല്ലെ അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരിലെ ദയയും സ്നേഹവും കാണപ്പെടുന്നു. എന്നൊക്കെ ദില്ലി കെ സഡക്ക് പരെ ഏക സ്കൂട്ടർ വാല രാഘഗീർ കോ പാനി ദേക്കർ പ്യാസെ ബുझാത്തി, ദില്ലിയിലെ സഡക്ക് റോഡിലെ ഒരു സ്കൂട്ടർ വാല ഓട്ടോറിക്ഷക്കാരൻ രാഘഗീറായ യാത്രക്കാർക്ക് പാനി നൽകി അവരുടെ പ്യാസിനെ ശമിപ്പിക്കുന്നു, ദാഹത്തെ. എന്നൊക്കെ യഹ് കാം കർനെ സെ ബഡി ഖുശി ഹേ, ആ ഒരു ജോലി സന്തോഷത്തോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പനെ ഗരീബി മേഫി ബഹ് ഗ്രാജുവേറ്റ് ബന, അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിലും അയാൾ ഗ്രാജുവേറ്റായി, ബിരുദധാരി ആയി. എന്നൊക്കെ മാം കോ സംരക്ഷൺ കർണ, അമ്മയെ അവൻ സംരക്ഷിച്ചു. മശക് മേം പാനി ഫർക്കറെ രാഘഗീർ ഗോ ദേത്താ ഹേ, മശക്കെ തുകൽസഞ്ചിയിലെ ജലം നിറച്ച് യാത്രക്കാർക്ക് നൽകുന്നു. സമാജ് മേ സേവാഭാവ് ദിഖാനെ വാലെ കോച്ചാഹ്താ ഹേ, സമൂഹത്തിലെ സേവാഭാവന, സേവാകാര്യങ്ങൾ അല്ലേ ദിഖാന കാട്ടിക്കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. മശക് വാല കി തരഹെ സബ് അച്ഛാ വ്യവഹാർ കരെങ്കെ, മശക് വാലെ പോലെ തരഹെന്ന് വെച്ചാൽ പോലെ സബ് എല്ലാവരും നല്ല വ്യവഹാർ പെരുമാറ്റം ചെയ്യുക.
അദ്ദേഹത്തെ പോലെ എല്ലാവരും നല്ലതുപോലെ പെരുമാറുക, അതായത് എല്ലാ ആൾക്കാരോടും അദ്ദേഹം നല്ല പെരുമാറ്റമാണ് ചെയ്യുകയും ചെയ്യുന്നത്. ഇസസെ സമാജിക്ക് ഉന്നതി ബെഡ്ജായെ, അദ്ദേഹത്തെ പോലെ നല്ല വ്യവഹാര പെരുമാറ്റം ചെയ്താൽ സമൂഹത്തിന് ഉന്നതി ഉണ്ടാവുകയും ചെയ്യും. ബെട്ന കൂടുക, വർദ്ധിക്കുക എന്നൊക്കെയുള്ള വാക്കാണ് കേട്ടോ. ബെട്ന അങ്ങനെ ചെയ്താൽ സമൂഹത്തിന് എന്തുണ്ടാകും? ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. പോയിൻ്റായിട്ട് എഴുതി കൊടുത്താലും മതി കേട്ടോ. ഇനി അടുത്ത് നോക്കി സൈഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, നോക്കുക. സ്കൂട്ടർ വാല കൈസെ അപ്ന മൻ കാ ബാദശാഹ് ബൻ ഗയ, നല്ലൊരു ക്വസ്റ്റ്യൻ ആ പാഠത്തിൽ ചോദിക്കാനത് കേട്ടോ. സ്കൂട്ടർ വാല എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷക്കാരൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ബാദശാഹായി ചക്രവർത്തിയായി മാറിയത്? നമുക്ക് ആൻസർ ബാദശാഹ് കോ അപ്പനി പ്രജാ കി രക്ഷ അപ്പനി ഹി ഖുശി ഹെ, ചക്രവർത്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ രക്ഷയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം. ഒരു ചക്രവർത്തിയെ സംബന്ധിച്ച് പ്രജകളുടെ രക്ഷയാണ് ആ മനുഷ്യൻ്റെ സന്തോഷം, രാജാവിൻ്റെ. നമുക്ക് ദില്ലിക്ക് സड़क में देखने वाला एक स्कूटर चलाना प्यास से लोगों को पानी देता है. ദില്ലിയിലെ സടക്ക് റോഡിലെ കാണപ്പെടുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ അല്ലേ, പ്യാസ് ലോകം എന്ന് വെച്ചാൽ ദാഹമുള്ള ജനങ്ങൾക്ക് എന്ത് നൽകുന്നു? പാനി ദേത്താഹെ, ജലം നൽകുന്നു. പാനി പീക്കർ ലോക കുശിസെ ലൗട്ടെ ദേക്കർ, ജലം കുടിച്ച് ലോക ആളുകൾ സന്തോഷത്തോടെ ലൗട്ടിനെ എന്ന് വെച്ചാൽ ലൗട്ടിന മടങ്ങിപ്പോകുക, ലൗട്ടെ ദേക്കർ മടങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഭഗവി കുശി ഹോ ജാതാ ഹെ, അദ്ദേഹത്തിനും സന്തോഷം ഉണ്ടാകുന്നു. ഉൻകാ മൻ ലോകോങ്കി സേവാമേ ലഗാ ഹെ, അദ്ദേഹത്തിൻ്റെ മനസ്സെ മറ്റുള്ള ആൾക്കാരെ സേവിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നല്ലതാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ലേഖിക കോ സ്കൂട്ടർ വാല പീർ ജൈസ ലഗാ ക്യാം, ലേഖികയ്ക്ക് സ്കൂട്ടർ വാല ഓട്ടോറിക്ഷക്കാരൻ പീർ സിദ്ധനാണെന്ന് തോന്നി. അതൊക്കെയാം എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അദ്ദേഹത്തെ ഒരു സിദ്ധനെ പോലെയാണ് അവർക്ക് തോന്നിയത്, എന്തുകൊണ്ട്? ആൻസർ നോക്കിയേ. ലേഖിക കോ സ്കൂട്ടർ വാല जलती दोपहरी में बार बार स्कूटर रोक कर राघवीर को अपना मशाक से पानी पिलाता है. ഓട്ടോറിക്ഷക്കാരൻ ജൽത്തി എന്ന് വെച്ചാൽ എരിയുന്ന ആ ഉച്ച നേരത്തെ, അതായത് ദോപ്പഹരി എന്ന് വെച്ചാൽ ഉച്ച, ജൽന എരിയുക. സ്കൂട്ടർ വാല ഓട്ടോറിക്ഷക്കാരൻ എരിയുന്ന ഉച്ച സമയത്ത് ബാർ ബാർ വീണ്ടും വീണ്ടും, അതായത് ഇടയ്ക്കിടയ്ക്ക് സ്കൂട്ടർ റോക്കിന, ആ സ്കൂട്ടർ നിർത്തിയിട്ട് രാഹഗീറായ ജനങ്ങൾക്ക്, യാത്രക്കാരായ ആൾക്കാർക്ക് അയാളുടെ തുകൽ സഞ്ചിയിൽ നിന്ന് ജലം കൊടുക്കുന്നു. പിലാത്താന്ന് വെച്ചാൽ കുടിപ്പിക്കുന്നു, ജലം കുടിപ്പിക്കുന്നു. वह पानी की रेहड़ी से पैसे आधा करके मशाक फरमाता है, അതായത് അയാളെന്താ ചെയ്ത്? ജലം നിറച്ച റേഹടി എന്ന് വെച്ചാൽ ഉന്തുവണ്ടി, ജലം നിറച്ച ഉന്തുവണ്ടിയിൽ നിന്നും എന്ത് കൊടുത്താൽ? പൈസ കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ തുകൽ സഞ്ചിയിൽ ജലം നിറയ്ക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ടാണ് തുകൽ സഞ്ചിയിൽ ജലം നിറയ്ക്കാറുള്ളത്. ഹമാരെ സമാജ് മേ ജഹാം ഘർ കെ ബുജുർഗോं को പാനി പിലാനെ വാല ഫി കോയ് നൈ, നമ്മുടെ സമൂഹത്തിലെ അല്ലേ, സമാജ് എന്ന് വെച്ചാൽ സമൂഹത്തിലെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക്, ബുജുർഗ് എന്ന് വെച്ചാൽ പ്രായം ചെന്ന ആൾക്കാർക്ക്, പാനി പിലാനെ വാല കോയ് നഹി ഹെ, ജലം കുടിക്കാൻ വേണ്ടി ദാഹിക്കുന്ന ആൾക്കാർക്ക് ജലം പോലും കൊടുക്കാൻ ആരും തയ്യാറാകില്ല. അങ്ങനെയുള്ളപ്പോൾ വഹാം അപരിചിത പ്യാസ് രാഘവീർ കോ പാനി പിലാനെ വാല സ്കൂട്ടർ വാല കിസി പീർ സേ കം നഹി ഹെ, അതായത് സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക്, പ്രായമായ ജനങ്ങൾക്ക് ജലം നൽകാൻ ആരും തയ്യാറാകുന്നില്ല. ആ സമയത്ത് അപരിചിതരായ ആ ദാഹിക്കുന്ന ആൾക്കാർക്കല്ലേ, അപരിചിതം എന്ന് വെച്ചാൽ അപരിചിതരായ, പ്യാസ് രാഘവീർ എന്ന് വെച്ചാൽ ദാഹിക്കുന്ന യാത്രക്കാർക്ക് ജലം നൽകുന്ന ഓട്ടോറിക്ഷക്കാരൻ ഏതൊരു പീർ എന്ന് വെച്ചാൽ ഏതൊരു സിദ്ധനേക്കാളും ഒട്ടും കുറവുള്ളവനെ അല്ല. സിദ്ധൻ എന്ന് വെച്ചാൽ എല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ് സിദ്ധൻ കേട്ടോ. ഇവിടെ നമ്മുടെ ആ ഓട്ടോറിക്ഷക്കാരനും ആ സിദ്ധനേക്കാളും ഒട്ടും കുറവായിട്ടുള്ളവനല്ല എന്ന് വെച്ചാൽ അത്രത്തോളം നന്മ ഉള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ പീർ എന്ന് വിളിക്കാം എന്നാണ് ലേഖിക പറയുന്നത്. ഓക്കെ, ആ രണ്ട് ക്വസ്റ്റ്യൻ ആൻസറിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത് ആ പാഠത്തിൽ നിന്ന് കേട്ടോ. നമുക്ക് ഇന്നത്തെ ഇതെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. ആ പാഠത്തിൽ നിന്ന് നോട്ട്സ് ഇത്രയും മതി. ഇതിനകത്ത് നിന്ന് തന്നെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എഴുതാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.